ഹലോ എവ്രിവൺ, നമസ്കാരം. ഞാൻ രഞ്ജനി ഹരിദാസ് ആൻഡ് ഇന്നത്തെ ഗ്രീൻ റൂം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചേച്ചി എവിടെയാ? എല്ലാ ദിവസവും എന്തൊരു മണം, എന്തൊരു രുചി. ചെറുക്കന്മാരൊക്കെ എൻ്റെ പുറകെ പാട്ട് പാടി കിടക്കുക. കണ്ണത്തുറക്കണ സ്വാമി എന്നൊക്കെ. എന്നെ സാർ എவ்வளோ சொன்னாலும் கேட்க மாட்டீங்களா? 82 ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് എടുക്കും. അയ്യോ എന്നെ വെച്ച് അവരെങ്ങനെയാണോ അവർ സഹിച്ചു. ഇത് അടുത്ത വർഷത്തെ സൂപ്പർ സ്റ്റാർ അല്ലയോ. അപ്പൊ ഞാനൊക്കെ മിണ്ടായിരിയോ, മാനക്കേട്ട് മിണ്ടായിരിക്കേ, നീ മിണ്ടാരിടി ഇല്ല. പക്ഷെ ഒരു സ്കൂളെന്ന് പറയുമ്പോൾ ഒരു മര്യാദയിലും ചിരി. കുഞ്ഞ് ആക്ഷൻ പറഞ്ഞാലേ അമ്മ അഭിനയിക്കുള്ളൂ. ഒരു മിനിറ്റ് എന്നും പറഞ്ഞു ഇതങ്ങോട്ട് ഒഴിച്ചു കഴിയുമ്പോ യുഎസിലും യുകെയിലൊക്കെ പോയി എന്ത് ചെയ്യും? എരക്കും. ഇവൻ ആക്ഷൻ പറയുന്നു. ഗുഡ് നൈറ്റ് ചേച്ചി, ഉറങ്ങിക്കോളൂ കേട്ടോ. മിനിമം 3 പോസെങ്കിലും കൊടുക്കണം. ഒന്ന് Some actors, they don't just act, but they create moments that stay with us for life. And in the green room എത്തിയിരിക്കുന്നത് അങ്ങനെ absolutely spectacular ആയ ഒരു ആക്ടറാണ്. Somebody I love and admire truly deeply from the bottom of my heart. ഞാൻ മാത്രമല്ല, ആക്ച്വലി കഴിഞ്ഞ 40 വർഷമായി നമ്മളെല്ലാവരും ഈ ഒരു കലാകാരിയുടെ ആ ജേർണി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെദർ ഇറ്റ് ബി ഫാമിലി മൂവി നൈറ്റ്സ്, തിയേറ്റർ വിസിറ്റ്സ് ഓർ ഫൺ ഫിൽഡ് മൊമെന്റ്സ്, ഷീ ഹാസ് ഡൺ സം സ്പെക്ടാക്കുലർ റോൾസ്. ആൻഡ് ഇൻഫാക്ട് വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ തന്നെ അത് ആലോചിച്ച് നമ്മൾ ചിരിച്ചു പോകും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമിക് ടൈമിംഗ് ഉള്ള ഒരു കലാകാരിയാണ്. പ്രോബ്ലി ദാറ്റ്സ് വൈ ഷീ ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഓഫ് അവർ കൺട്രി. അന്നും ഇന്നും ത്രൂ 4 generations. She is admired by all, respected by her peers, and celebrated by every generation that has watched her movies. Truly somebody who is fearless, who is witty and absolutely real. And അതാണ് എനിക്ക് ഈ ഒരു കലാകാരിയെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. And another thing I must say is ഒരിക്കലും സ്പോട്ട്ലൈറ്റ് ഈ ആർട്ടിസ്റ്റ് ചേസ് ചെയ്തിട്ടില്ല. But the spotlight always manages to find her purely because she is the greatest of all time. The GOAT. Ladies and gentlemen, let's welcome to the green room the one and only നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉർവശി ചേച്ചി. ചേച്ചി, ഐ എം സോ ഹാപ്പി ഫൈനലി ചേച്ചിനെ ഗ്രീൻ റൂമിൽ ഞാൻ എത്തിച്ചു. കഴിഞ്ഞ 2 മാസമായി ഞാന് 2 മാസമല്ല, ഞാൻ ഓഗസ്റ്റ് 6 കൊച്ചിയിൽ വന്നു. അതിനു മുമ്പ് നമ്മൾ ചെന്നൈ വീട്ടിൽ സംസാരിച്ചു. പിന്നെ അവസാനം ചേട്ടൻ പറഞ്ഞു, നീ കൊച്ചിയിൽ മടങ്ങുന്നതിന് മുമ്പ് പെണ്ണിന് ഇന്റർവ്യൂ കൊടുക്കാതെ നീ വന്ന എന്റെ മുട്ടുകളി ഞാൻ തല്ലി പിടിക്കും. എന്റെ പൊന്ന് ശിവപ്രസാദ്, ഐ ലവ് യു. ഈ എപ്പിസോഡിൽ ചേച്ചി എത്താൻ കാരണം ചേട്ടൻ മാത്രമാണ്. ആണ് ഒരുപാട് പുകഴ്ത്തിയത് അതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരും. ചേച്ചി അനുഭവിച്ചോ, കുഴപ്പമില്ല. ഞാൻ അത്രയും ഭയങ്കര സ്നേഹത്തോടെ ഓഗസ്റ്റ് തൊട്ട് ചേച്ചി എവിടെയാ എല്ലാ ദിവസവും എല്ലാ ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ഗുഡ് നൈറ്റ് ചേച്ചി, ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പൊ ചേച്ചി ലവ് യു. ഇതിങ്ങനെ പിറ്റേന്നും ദൈവമേ എന്നും ഈ കൊച്ചു വിളിക്കും, എന്തോ ചെയ്യും ഞാൻ എന്തോ. പക്ഷേ ഒരു കാരണമുണ്ട്. ഇത് ചേച്ചി ചുമ്മാ ചെയ്തൊന്നുമല്ല. ചേച്ചി ആശയുടെ ഷൂട്ട് തുടങ്ങിയ ദിവസം മുതല് ആശയുടെ ഷൂട്ട് പാക്കപ്പ് ആയ ദിവസം അതാണ് ഇന്നലെ. ഇതാണ് ഇന്നലെ. അങ്ങനത്തെ ഒരു യജ്ഞമാണ് ആ സിനിമ. പിന്നെ മഴ, കർക്കിടകത്തിൽ തുടങ്ങിയതിൻ്റെ ഒരു മഴയിൽപ്പെട്ടു. സിങ് സൗണ്ട് ഒന്നാലോചിച്ച് നോക്കൂ. പിന്നെ എയർപോർട്ടിന്റെ പരിസരമാണ് ഷൂട്ട്. ഫ്ലൈറ്റ്സ് പൊയ്ക്കൊണ്ടിരിക്കും. ഓരോ ഫ്ലൈറ്റും പോയി ആ ലാൻഡ് ചെയ്യുന്നത് വരെ അവിടെ വന്നാൽ കേൾക്കാൻ ലൊക്കേഷനിൽ ചോര. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യണം. അപ്പൊ അതിങ്ങനെ റൺവേ പോയി ഇങ്ങനെ കൊയന്ന് നിൽക്കും. അതുവരെ വെയിറ്റ് ചെയ്യണം. അത് പക്ഷെ അവരുടെ അതൊക്കെ ഈ ഒരു കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലം പടം നന്നായി വരുമ്പോൾ നമുക്ക് സന്തോഷം. കഴിഞ്ഞൊരു 90 ദിവസമായി ചേച്ചി കൊച്ചിയിലുണ്ട്, കൊച്ചിയുടെ പരിസരങ്ങളിലുണ്ട് ആശ എന്ന സിനിമയ്ക്ക് വേണ്ടി. ചേച്ചി അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഈ ചേച്ചി ഈ ഷോയിൽ വരുമോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചപ്പോൾ ചേച്ചി ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഈ സിനിമയിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഉണ്ട് എന്നെ കൊണ്ട്. കാരണം മെയ്യനങ്ങാതെ ഇരുന്ന് എന്നെ ഇങ്ങനെ വൈരാഗ്യപൂർവ്വം വിളിച്ച്
ഇഷ്ടം പോലെ പണിയെടുപ്പിച്ചു. വയലിൽ കിളയ്ക്കാൻ മാത്രം പറഞ്ഞില്ല. അത് ഓൾമോസ്റ്റ് അത്ര ദൈവാധീന ആ ഏരിയയിൽ വയലില്ലാത്തത് കൊണ്ട്, ഉണ്ടായിരുന്നെങ്കിൽ ആശ വയലിൽ പണിയെടുക്കും. അതൊക്കെ കൂടെ തന്നേനെ. നല്ലോണം പണിയെടുത്തു കേട്ടോ. പുതിയൊരു ഡയറക്ടർ അല്ലേ സഫർ നല്ല ഡയറക്ടർ. ആൻഡ് ജോജു നല്ലൊരു കോമ്പിനേഷൻ. ഐശ്വര്യണ്ട്, എല്ലാവരും ഉണ്ട്. ജോജു ആ പ്രോഗ്രാമിന് ഷോയ്ക്കൊക്കെ പോകും, രഞ്ജനയുടെ ഒക്കെ പ്രോഗ്രാമിന്. എന്താ അറിയോ, ഒരു കോൺഫിഡൻസ് ഇല്ല. അങ്ങനെയൊക്കെ എനിക്ക് കോമഡി ആയിട്ടൊക്കെ പറയാൻ പറ്റുമോ, കോൺഫിഡൻസ് ഇല്ല. പച്ചയായ മനുഷ്യൻ, പക്ഷെ നല്ല തമാശക്കാരനൊക്കെയാ. പക്ഷെ എന്നാലും ഞാൻ അവിടെ എത്തുമ്പോൾ ചിലത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തുറന്നങ്ങ് ഞാൻ പറയും. ഞാൻ പറഞ്ഞ രഞ്ജനയല്ലേ പേടിക്കണ്ട, അതെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ കളയും. ലൈറ്റ് ഹാപ്പി ചിൽ ജീവിതം അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ചോദിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ ആശ അല്ലാതെ ഹൗ ഈസ് ലൈഫ് ഫോർ നമ്മുടെ നല്ല സ്വസ്ഥം. എൻ്റെ മോൻ 6ാം ക്ലാസ് MBBS കടന്നു. അപ്പോൾ അതിൻ്റേതായ ഹോംവർക്ക്, അതിൻ്റേതായ പരാതി. പക്ഷെ ചേട്ടന് സ്പോർട്സാണ് താല്പര്യം. അപ്പം റെസ്ലിങ്ങിനും ക്രിക്കറ്റിനും ഒക്കെ കോളേജ് തലത്തിൽ വലിയ ആളായിരുന്നു കക്ഷി. അപ്പോൾ അതെങ്ങനെയോ അവന് കിട്ടിയിട്ടുണ്ട്. ആണോ? എന്താ സാധനത്തിൻ്റെ പേര്? ടൈക്വാൻഡോ അതൊക്കെയാണ്. അത് പിന്നെ ക്രിക്കറ്റ് ഉണ്ട് അത്യാവശ്യം, ദിവസവും ഷട്ടില്. അതിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. സ്കൂളിൽ നമ്മൾ 7 മണിക്ക് വിളിച്ചാൽ ദേഷ്യമാണ്. പക്ഷേ ഇവൻ 4 മണിക്ക് അലാം വെച്ച് എണീറ്റ് അവൻ തന്നെ കുളിച്ച് റെഡിയായി, അച്ഛാ നമുക്ക് ക്രിക്കറ്റ് മാച്ചിന് പോവാം. അണ്ടർ 14 പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പോൾ. വെരി നൈസ്. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതൊരു എൻ്റെ അതുവരെ ഷൂട്ടിങ്ങിന് ഞാൻ എവിടെ പോയപ്പോഴും ഞാനും വരും പറഞ്ഞ് കരയും. ഞാൻ അവൻ്റെ സ്കൂളിൽ ചേർക്കുന്നവരെ കൊണ്ടുപോയി, എൻ്റെ മോളെ പോലെ തന്നെ. പക്ഷെ മോള് സ്കൂളുമായിട്ടൊക്കെ യോജിച്ച് പക്ഷെ ഇവനതല്ല, എല്ലായിടവും വരണമെന്നുള്ളതായിരുന്നു. തമിഴിൻ്റെയൊക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പം മക്കളാണ് ആക്ഷൻ പറയേണ്ടത്, അറിയാവോ? കുഞ്ഞ് ആക്ഷൻ പറഞ്ഞാലേ അമ്മ അഭിനയിക്കുള്ളൂ. ശരി, അപ്പം അവിടെ ഡയറക്ടർ കൊണ്ടുവന്ന് സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടർ കൊണ്ടുവന്ന് കയ്യിലൊക്കെ കൊടുത്തിട്ട്, മോനെ ഞാൻ അപ്പോൾ അത് ഞാൻ പറയും കരയാതിരിക്കണമെങ്കിൽ അങ്ങനെ പറയണം. ശരി എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ഡയറക്ടർ മറന്നുപോയില്ലേ, ആ മേഡം അങ്ങേരുന്ന് വാങ്ങ ഓക്കെ ആക്ഷൻ. ഇവൻ ആക്ഷൻ പറയുന്നു, ഞാനല്ലേ പറയണ്ട, ഇവൻ എന്നാ ആക്ഷൻ പറഞ്ഞു. അപ്പൊ ഞാൻ മക്കളെ ഇവനെ വിളിക്കില്ല, അങ്കിൾ മാമനെ വിളിക്കാവോ? അപ്പൊ പുള്ളിയുടെ ചിരി. ഓക്കെ സോറി സാർ நீங்க சொல்லிட்டீங்க சார், என்னப்பா சார் வரும்போது என்கிட்ட எதுக்கு ആക്ഷൻ சொல்ல சொன்னீங்க? എന്നിട്ട് ആക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ മാറി കേട്ടോ. പോകും അവന് ഈ ക്യാമറകൾ അവനെ ഫോളോ ചെയ്യുന്നു. എൻ്റെ കൂടെ വരുമ്പോൾ മോള് ഇതിനൊക്കെ ഓക്കെയാണ്, അവളിതിന് കൂടെ ഇറങ്ങി വരും. അവൾ ഒരു ചിങ്കാരിയാണ്. എപ്പോൾ നോക്കിയാലും മറ്റേ സെൽഫി എടുക്കുന്നു, ഇതെടുക്കുന്നു. ഈ സെൽഫി എടുക്കുമ്പോൾ ഒരു വാ വയ്ക്കുമല്ലോ ഇങ്ങനെ. അയ്യോ ഞാൻ പറയും എന്തിനോ നല്ലൊരു വാ ഇങ്ങനെ ഘോഷിയാകുന്നത് ഇങ്ങനെ കിട്ടും. ഇങ്ങനത്തെ എന്തിനാണോ അതെന്ത് സൗന്ദര്യമാണെന്ന് എനിക്ക് ഇത് കൂളാണ് ഇങ്ങനെ സുന്ദരിയാണെന്ന്. അപ്പൊ അവളിതൊന്നും മൈൻഡ് ചെയ്യില്ല. അമ്മ ചുമ്മാ ഇരിക്കമ്മ, അമ്മക്ക് എല്ലാം പഴഞ്ചനായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഫോട്ടോയിൽ ചിരിക്കണം. ചില ഫോട്ടോയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഫോട്ടോ ഇരുന്നിട്ടില്ലെങ്കിൽ അതെന്തൊരു ഒരു ഫോട്ടോ എടുക്കുമ്പോൾ മിനിമം 3 പോസെങ്കിലും കൊടുക്കണം. അങ്ങനെ കൊടുക്കണം. ഒന്ന് എനിക്കിത് ഇതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തതും ഫോട്ടോ സെഷൻ പോവാത്തത്. എനിക്കിത് പറ്റൂല, ഇതൊരു വേറെ ജോലിയായത്. 40+ വർഷം മലയാള സിനിമ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നടി പറയുന്നു 3 പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അയ്യോ അങ്ങനെയല്ല കോച്ചേ, നമ്മൾ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന വേറെ കാര്യം. ഞാൻ ആഡ് ഫിലിംസ് ഞാൻ കൂടുതലും ചെയ്യാതിൻ്റെ കാര്യം എന്തൊരു മണം, എന്തൊരു രുചി, ഇതൊന്നും ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയുകയേ ഇല്ല. ഒരു ചായ കുടിച്ചതാണ്ട് ഒരു കട്ടൻ കാപ്പി ഇരിക്കുന്നു, എൻ്റെ അമ്മ ഇടുന്ന അതേ കാപ്പി, എന്ത് മണം ഇത് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞ എനിക്കെന്തോ മോശം പോലെ. കാശ് തന്നാലുവേ എനിക്കത് കാണുമ്പോൾ അയ്യോ എന്തൊരു കള്ളി എന്ന് തോന്നുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയൂ, ഒരു ചായക്ക് ഇത്രയും പറയുമോ? പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം കേട്ടോ അതൊരു വലിയ കലയാണ്. പിന്നെ പോസ് ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കുക, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പറയുമ്പം ഒരു മിനിറ്റൊക്കെ, രണ്ടാമത്തെ മിനിറ്റ് എനിക്ക് ഇവിടെയൊക്കെ ശിവറിയും. അതിപ്പോൾ നമുക്ക് വരാത്ത കാര്യം നമ്മൾ വിടരുത്. എന്തിനാ വെറുതെ? അതിന് കഴിവുള്ള ആൾക്കാർ എത്രയോ പേര് കിടക്കുന്നു. I will do what I am best at. And what Urvashi Chechi is best at according to ഞങ്ങൾ പ്രേക്ഷകർ is
വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഓഫ് അവർ കൺട്രി. ചേച്ചി ഇത് 10 വയസ്സിൽ ആദ്യത്തെ ഒരു ബാലതാരമായി അഭിനയിച്ചു. ഒരു മെയിൻ ലീഡായിട്ട് തമിഴിലാണ് വലിയ ഹിറ്റായത്. പക്ഷേ ചേച്ചി ഇടയിൽ പറഞ്ഞു മലയാളത്തിലാണ്. അറിഞ്ഞില്ല. മലയാളത്തിൽ അറിഞ്ഞില്ല, ആർക്കും അറിയില്ല. അത് എതിർപ്പുകൾ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. 12 വയസ്സിൽ 12 വയസ്സിൽ കൽപ്പന ചേച്ചിയായിരുന്നു ഒരു ഫിക്സ് ചെയ്തിരുന്നത്. അപ്പം അതിൽ മമ്മൂക്കയുടെ 2ാമത്തെയോ 3ാമത്തെയോ ഒറ്റ പടം. അന്ന് രതീഷ് ചേട്ടൻ സൂപ്പർ സ്റ്റാർ, ജയൻ മരിച്ചിട്ട് രതീഷ് ചേട്ടൻ വന്നു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു. ശങ്കരേട്ടൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് ശേഷം സൂപ്പർ സ്റ്റാർ. പിന്നെ മാളാരവിന്ദൻ, മാളം ചേട്ടൻ്റെ ഒരു താറാവെന്നൊക്കെ റിലീസ് ചെയ്തിട്ട് അദ്ദേഹം ഇല്ലാത്ത സിനിമ ഇല്ല. അപ്പം ഇവർ മെയിൻ റോൾ ചെയ്യുന്നതിൽ ഞാനൊരു സിംഗിൾ ഹീറോയിൻ. ആ സബ്ജക്റ്റ് അങ്ങനെയാണ്. ഒരു നാട്ടിൻപുറത്തൊരു കൊച്ചുകുട്ടി, പ്രായത്തിന് വളർച്ച കൂടിയ കുട്ടി. അപ്പോൾ ആ കുട്ടിയെ അവർ പെരുമാറുന്നത് എല്ലാവരും തെറ്റിദ്ധരിക്കുകയും ഇവിടെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യും. അവസാനം ഊമത്തുങ്ങ അരച്ച് കഴിച്ച് ഈ കുട്ടി മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. 12 വയസ്സ് 81. 82 അതാണ്. അപ്പോൾ കൽപ്പന ചേച്ചി എല്ലാം ഓക്കെ പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ ചേച്ചിക്ക് ആ സമയത്ത് വെച്ചാൽ കാലിനൊരു റുമാറ്റിക് ആർത്രൈറ്റിസ് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരു 12 വയസ്സ് കഴിഞ്ഞപ്പോൾ കുറേശ്ശെ കാല് വേദനയായിട്ട് തുടങ്ങിയിട്ട് ഒക്കെ എൻ്റെ ഫ്ലാറ്റായിരിക്കും കാല്. അപ്പം കാല് ഊന്നാൻ വയ്യാതെ വന്ന് പിന്നെ ഇത്തിരി കൂടി. അപ്പോൾ അതിന് ആയുർവേദം ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ പഥ്യത്തിൽ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല, വെയിൽ കൊള്ളാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് സ്കൂളിൽ നിന്ന് വന്നു. എനിക്ക് ജോണ്ടീസ് വന്നിരിക്കുന്ന സമയം. അപ്പം ഇങ്ങനെ കറക്റ്റ് നമ്മൾ കൊഞ്ച് വറുത്തിട്ടതുപോലെ അങ്ങനെ ഇറങ്ങി വരികയാണ്. ഒരു പെറ്റിക്കോട്ടൊക്കെ എടുത്തിട്ട് വന്നപ്പം ഈ ഡയറക്ടർ ആറന്മുള ഉണ്ണി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ബോംബെയിൽ ജോലിയൊക്കെ കളഞ്ഞിട്ട് വന്ന് സ്വന്തം പൈസ ഇട്ട് പടം എടുക്കുകയാണ്. പുള്ളി കസേരയുടെ മേളിൽ കയറി കുത്തിയിരിക്കും. അച്ഛൻ്റെ അടുത്ത് കൊച്ചാട്ടാ ഈ കൊച്ചു ആരാ? കൊച്ചാട്ടൻ്റെ അതേ ചായയാണല്ലോ. എൻ്റെ ഇളയ മോള അവൾക്ക് വയ്യ, മഞ്ഞപ്പിത്തമായിട്ട് പരീക്ഷ വരുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഇത് അടുത്ത വർഷത്തെ സൂപ്പർ സ്റ്റാർ അല്ലയോ ഇത്? സത്യം അദ്ദേഹം പറഞ്ഞാണ്. ഐ എം നോട്ട് ജോക്കിങ്. ഫസ്റ്റ് ടൈം ഒരു വ്യക്തി പറയണം, അദ്ദേഹം ഒരു ദൈവികമുള്ള ഒരു മനുഷ്യൻ പറയുകയാണ്. ഇത് 82 ജാനുവരി നടക്കുന്നു. 83 മാർച്ചിലാണ് മുന്താനം പിടിച്ചിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ആരും വിചാരിക്കുന്നില്ല സൂപ്പർ സ്റ്റാറാണെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരുമാതിരി വർത്തമാനം പറഞ്ഞു പോകും നീ പോ, വേറെ ആരെങ്കിലും എന്താണെന്ന് വെച്ചാൽ നോക്ക്, ശരിയാവില്ല, അത് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാ, അത് മിണ്ടാരി എന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം അവിടെ കുത്തിയിരുന്ന് വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു എന്തെങ്കിലും ആട്ടെ, ഒരു മാസം ഒരു ക്യാരക്ടർ എന്ന് പറയുന്നു, മിനിയെ നമ്മൾ ശരിയാന്ന് പറഞ്ഞ് വെച്ചതല്ലേ. അവസാനം അച്ഛൻ പറഞ്ഞു കൊണ്ടുപോവുക, അവൾ അഭിനയിക്കില്ല, ക്യാമറ കണ്ടാൽ കരയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിനിമയായിട്ട് യാതൊരു താല്പര്യമില്ല. ഏയ് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആദ്യത്തെ ബേബി ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച സിനിമയിൽ ഞാൻ അറിയാതെയാണ് ക്യാമറ വെച്ചെടുക്കുന്നത്. ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അത് കൽപ്പന ചേച്ചി ചെയ്യേണ്ട പടമാണ്. അപ്പോൾ അല്ല അത് ഞാൻ നോക്കിക്കോളാം, ആ കൊച്ചാട്ട് വിഷമിക്കട്ട എന്നും പറഞ്ഞ് പോയിട്ട് ഈ പറഞ്ഞ പോലെ മോളെ ചിരിക്ക്, എനിക്ക് ചിരി വരുന്നില്ല എന്ന് പറയും. അപ്പോൾ മാളച്ചേട്ടൻ ക്യാമറയുടെ സൈഡിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ കോമഡിയൊക്കെ കാണിക്കും. അപ്പം മാളച്ചേട്ടൻ നോക്കി ചിരിക്കും. ചിരിച്ച് കിട്ടി, ഇനി കരയിക്കണം, കരച്ചിലെനിക്ക് വരുന്നില്ല പറയും. ബഹദൂർ അങ്കിളാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ്റെ വലിയ കൂട്ടുകാരനാണ്. മോളെ അങ്ങനെയല്ല, കരയുന്ന പോലെ കാണിക്കുമ്പോൾ എന്നെ സൈഡിൽ വിളിച്ചുകൊണ്ട് പോയി ഇങ്ങനെ കാണിച്ചു തരും. അപ്പം ഞാൻ അപ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ കരയുന്ന ക്യാമറമാൻ, ശരി ഭയങ്കര ബോറ് കേട്ടോ, ഇങ്ങനെ എന്താ ഇതിനെ വെച്ച് എങ്ങനെ നമ്മൾ ഈ പടം എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് ദൈവമേ അവരിങ്ങനെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ പോവായിരുന്നു, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവർ ഗ്ലിസറിൻ കൊണ്ടുവന്ന് ഒഴിച്ചു കണ്ണ് ഭയങ്കര നീറും, നീറ്റലല്ലേ. അപ്പം ഇത് കൊണ്ടുവന്ന് മോളെ 1 മിനിറ്റ് എന്നും പറഞ്ഞു ഇതങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ കരയും. അപ്പം ഷൂട്ട് ചെയ്യും. കരഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് എടുക്കും. അയ്യോ എന്നെ വെച്ച് അവരെങ്ങനെയാണോ അവർ സഹിച്ചു. അങ്ങനെ എനിക്ക് തോന്നുമ്പോൾ ചിരിക്കും, എനിക്ക് തോന്നുമ്പം ഇങ്ങനെ എല്ലാവരും സഹകരിച്ചു കേട്ടോ. അതൊക്കെ ഒരു അത്ഭുതമാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ അപ്പോഴേ പറഞ്ഞു വിടത്തില്ലേ, എന്തോ എന്നെ പറഞ്ഞു വിട്ടില്ല. അങ്ങനെ ആ പടം എങ്ങനെയൊക്കെയോ കുറേയൊക്കെ എടുത്തു. അതിലാണ് മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിക്കണം, സുധയ്ക്ക് ബേബിയേട്ടനെ എന്നെ ഇഷ്ടമായോ എന്ന് ചോദിക്കും. അപ്പം ബേബിയേട്ടൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണല്ലോ എന്ന് പറയുന്നത്. മമ്മൂക്ക അന്ന് അദ്ദേഹം സ്റ്റാർട്ട് ബലൊന്നും ആയിട്ടില്ല, തുടക്കക്കാരനാണ്. ചേട്ടാ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ,
ഇതിനെ എന്തോ കണ്ടിട്ടായിരുന്നു ഞാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്. അന്ന് പറഞ്ഞു ഒന്ന് അതിന് മുമ്പ് കലച്ചേച്ചിലൂടെ നമുക്ക് അഭിനയിക്കുമ്പോൾ എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നെക്കാളും കുറച്ചുകൂടെ ചെറുതായിരുന്നു, 81. ഇതിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കുന്നതൊക്കെയാണ് അപ്പോൾ ഞാനത് പ്രയാസമാണെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു തെങ്ങിൻ തോപ്പിനകത്താണ് ഷൂട്ടിങ്. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് കയറി ബസ്സിൽ കയറി അടുത്ത ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ ഞാൻ അവനപ്പം രക്ഷപ്പെട്ടു ദൈവമേ വിചാരിച്ചു. പിന്നെ അദ്ദേഹത്തിന് മേനക ചേച്ചി നായികയാക്കി ഇട്ടിട്ട് അതുപോലൊരു ചായ ഉണ്ടല്ലോ എന്നും പറഞ്ഞൊക്കെ ആക്കി എന്തൊക്കെയോ കഥയാക്കി മാറ്റി, അങ്ങനെ കുറേ മാറ്റി. രതീഷ് ചേട്ടൻ്റെ ജോഡിയായിട്ട് ജലചേച്ചിയെ കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴേക്കും കുറേ സമയം താമസിച്ചു. മുന്താനം പിടിച്ച് ഇറങ്ങി. ആ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് ഇത്ര ഒരു അരപ്പാവാട ഇട്ട് വരുന്നൊരു കുട്ടിയാണ്. ഇതിൽ നായിക അതിൽ അഭിനയിച്ചു വന്നപ്പോൾ അതേ കുറേ വർഷത്തിന് മുമ്പുള്ള പടമാണെന്ന് വിചാരിച്ചു. ഒരു വർഷം 2 വർഷം ഗ്യാപ്പ്, ഒരു വർഷത്തെ ഗ്യാപ്പ് കൃത്യം. അത്രയായി. അങ്ങനെ ആ പടം ഇറങ്ങിയിട്ടും ആരും തിരിച്ചറിഞ്ഞില്ല. ഓ മൈ ഗുഡ്നസ്. അപ്പൊ ആക്ച്വലി മലയാളത്തിലായിരുന്നു ലീഡ് ഹീറോയിനായി വന്നത്. പക്ഷെ ഇപ്പൊ പരക്കെ അറിയുന്നത് തമിഴില് മുന്താനം പിടിച്ചത്. പക്ഷെ അത് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആയി. അയ്യോ വലിയൊരു മനുഷ്യനാണ് അല്ലേ, വലിയൊരു മനുഷ്യനാണ്. അപ്പൊ ചേച്ചി ഫസ്റ്റ് ടൈം ഒരു നടിയായി അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആയി എന്ന് ചേച്ചിക്ക് സ്വന്തമായി തോന്നിയ ഒരു നിമിഷമുണ്ടോ? എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് ഞാൻ എല്ലാ പടത്തിനും ഞാൻ പറയും ഇത് കഴിഞ്ഞ് നമുക്ക് പോവാമല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സ്കൂളിൽ പോവാമല്ലോ, ഇത് കഴിഞ്ഞ് സ്കൂളിൽ പോകും ഇങ്ങനെ പറയും. പിന്നെ എല്ലാവരും എന്നെ കളിയാക്കും. ഷൂട്ടിങ് വേഗം തീർക്കി, കൊച്ചിന് സ്കൂളിൽ പോകാനുള്ളതാണ് കേട്ടോ എന്ന് കളിയാക്കുന്നതാണെന്ന് എനിക്കറിയൂടെ. ഞാൻ എൻ്റെ കൂടെ പറയും അതെ പോകണം എന്ന് പറയും. ഒരു 100 പടമൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി പോക്കില്ല എന്നുള്ളത്. അത്ര എടുത്തു. അല്ല, അങ്ങനെ വലിയ ഭാഷയിലും തമിഴ് കഴിഞ്ഞു, തെലുങ്ക് കഴിഞ്ഞപ്പോൾ കന്നഡയായത് കഴിഞ്ഞ് നേരെ മലയാളത്തിൽ വന്നു. മലയാളത്തിൽ 12 ദിവസം കൊണ്ടും 15 ദിവസം കൊണ്ടും പടം തീർക്കുന്നു. ഈ സെറ്റിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു, ആ സെറ്റിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പം അപ്പോഴത്തേക്കും എല്ലാം കേരളത്തിലായി ഷൂട്ടിങ്. ചെന്നൈ എന്ന് പറയുന്നത് കുറേശ്ശെ എല്ലാ ഭാഷക്കാരും അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയാണ്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി മലയാളത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആക്ടേഴ്സ് ഓരോ ക്യാരക്ടറിന് ഇത്ര ഗൗരവമായിട്ട് കാണുന്നു, പെർഫോം ചെയ്യാൻ അവരിങ്ങനെ പറഞ്ഞു നോക്കുന്നു. ഇങ്ങനെയൊക്കെ ഇത് ഭയങ്കര ഒരു സീരിയസ് പ്രൊഫഷനാണ്. അപ്പോഴാണ് മനസ്സിലായത്. അപ്പം തമിഴിലായിരുന്നു ആദ്യത്തെ കുറേ, തമിഴ് പിന്നെ തെലുങ്ക്. അപ്പം മലയാളത്തിൽ വന്ന ഈ ഒരു വ്യത്യാസം, ഇപ്പം മലയാളവും തമിഴും ബാക്കിയുള്ള ലാംഗ്വേജസും ചേച്ചിക്ക് കുറച്ചുകൂടെ ഇവിടെയാണ് ഇത് ഒരു സീരിയസ്നെസ് ഇതിന് കൊണ്ടുവന്നതെന്ന് പറയും. സീരിയസ്നെസ് മാത്രമല്ല, കുറച്ചുകൂടെ ഫ്രീഡം. അച്ഛനും എല്ലാവരും അറിയാവുന്നവരല്ലേ ഇവിടെ. അപ്പം എനിക്കിവിടെ ഒരു പ്രത്യേക പരിഗണനയും ഒരു വാത്സല്യവും കിട്ടിയിരുന്നു. ഒരിക്കലും ആരും എന്നെ ഒന്നും ഒരു വിഷമിപ്പിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല. അപ്പം അത് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ടു. ഇവിടെയൊക്കെ നിന്നാൽ എനിക്ക് സേഫാണ്. അപ്പോൾ ചേച്ചി പഠിത്തം നിർത്തി? ഞാൻ പഠിത്തം നാച്ചുറലി. പക്ഷെ ഞാനും ശോഭനയും കൂടെ തീരുമാനിച്ചു ഞങ്ങൾ അഭിനയിക്കുമ്പോൾ നമുക്ക് എൻട്രൻസ് എഴുതാം. ഞാൻ +1 +2 പഠിച്ചില്ല. 10th പിന്നെ 9th ആനുവൽ എക്സാം ടൈമിലായിരുന്നു മുന്താനം പിടിച്ച് ഷൂട്ട്. എക്സാം എഴുതി ജയിച്ചു. 10th ചെന്നപ്പോഴത്തേക്കും പടം റിലീസായിട്ട് ചെറുക്കന്മാരൊക്കെ എൻ്റെ പുറകെ പാട്ട് പാടി കിടക്കുക. കണ്ണത്തുറക്കണ സ്വാമി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതും എന്തറിയോ, അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എനിക്കങ്ങ് ഭയങ്കര മാനക്കേടും ഭയങ്കര സങ്കടവും. പിന്നെ സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇല്ല ഇത് ബുദ്ധിമുട്ടാണ്, അതിന് ഇങ്ങോട്ട് വരാതിരിക്കാം. ക്ലാസ്സൊന്നും ഇല്ലല്ലോ, അറ്റൻഡൻസ് ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞു വിട്ടു. പിന്നെ +1 +2 പഠിച്ചിട്ടില്ല. ഇല്ല, പക്ഷെ ഒരു സ്കൂളെന്ന് പറയുമ്പോൾ ഒരു മര്യാദയിലൊരു ചിരി. ആണ്ടിലൊരിക്കൽ പോയി നോക്കുന്നതാണോ സ്കൂള്? പിന്നെ എന്നിട്ട് ഞാനും ശോഭയും കൂടെ പറഞ്ഞു നമുക്ക് എഴുതാം. പറഞ്ഞു എൻട്രൻസിന് കുത്തിയിരുന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി എക്കണോമിക്സ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ എന്നിട്ട് കാര്യം മാറി, ഞാൻ 10th എഴുതാൻ പോകാമെന്ന് പറഞ്ഞു. സീരിയസ്. അപ്പോൾ പിന്നെ എന്തോ ചെയ്യും? അല്ല എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് എഴുതാൻ നോക്കി. അപ്പോഴാണ് പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ ക്ലൈമാക്സ് എക്സാമിൻ്റെ അന്ന്. അയ്യോ, ഒരു രക്ഷയില്ല. അങ്ങനെ സിനിമ ആയി മുഴുവൻ ജീവിതവും അല്ലേ? അങ്ങനെ ആവണം എന്നാണ് ദൈവം വിധിച്ചിരിക്കുന്നത്. നമ്മളായിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതൊന്നും എൻ്റെ തീരുമാനങ്ങളായിരുന്നില്ല. ദൈവം കൃത്യമായിട്ട് എന്നെ ആ വഴിയിലോട്ടാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഞാനായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ച് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. വന്നിട്ടുണ്ടല്ലോ, കുഴപ്പമല്ല. ജീവിതത്തിൽ ചെറിയ ചെറിയ ബ്രേക്സ് വന്നാലും എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചേച്ചിയുടെ ഡെസ്റ്റിനി സിനിമയാണ്. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, വളരെ ചെറിയ പ്രായത്തിൽ ഹീറോയിൻ റോൾസ് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ ഉർവശി ചേച്ചി. അപ്പം ആക്ടേഴ്സ് ഒക്കെ കുറച്ചുകൂടെ പ്രായമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ 12 വയസ്സ് 14 വയസ്സ് 15 വയസ്സുകാർക്കൊക്കെ ഈ ഇമോഷൻസ് ഒക്കെ എങ്ങനെ വന്നേ? അയ്യോ, ഭയങ്കര പ്രയാസമായിരുന്നു. എനിക്ക് വലിയ പ്രയാസം. ഞാൻ അഭിനയം എനിക്ക് വേണ്ടാന്ന്
എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാര്യം ഈ കള്ളത്തരം കാണിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കൃത്രിമമാവുക, അയ്യോ ഇത് ഞാനല്ലല്ലോ, ഇത് വേറെ എന്തോ ചെയ്യുവാണല്ലോ. പിന്നെ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ആർട്ടിസ്റ്റ്, അച്ഛനും അമ്മയും ബ്രദേഴ്സും സിസ്റ്റേഴ്സും. അവിടെ ഒരു മോശം പേര് വരാൻ പാടില്ലോ എന്ന് വിചാരിച്ചങ്ങ് അഭിനയിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക്. പിന്നെ 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 മലയാളത്തിൽ വന്നപ്പോൾ എനിക്ക് ഞാനായിട്ടുള്ള എൻ്റെ മാനറിസവും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ആരും അത് റെസ്ട്രിക്റ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്ലസൻ്റ് ആവാൻ തുടങ്ങി, ഞാനത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതാണ് കാരണം. എൻ്റെ അനിയനും എനിക്കും തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലെ ഹീറോയിനായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങോട്ട് ഹാഫ് സാരിയൊക്കെ കൊടുത്ത് വെളിയിറങ്ങും. അവൻ മൂക്കളെ വലിപ്പിച്ചുകൊണ്ട് ടയർ ഉരുട്ടിക്കൊണ്ട് കളിക്കുക വെളി പിള്ളേരുമായിട്ട്. ചേച്ചിക്ക് കളിക്കേണ്ട പ്രായം, ഞാൻ അവരുടെ കൂടെ കളിക്കേണ്ട പ്രായമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാല്യം അങ്ങനെ കുറേ മിസ് ചെയ്തു. അതിന് ആലോചിക്കുമ്പോൾ വല്ല റിഗ്രറ്റ് ഉണ്ടോ? ഇല്ല, അതില്ല. കാരണം വെച്ചാൽ അതില്ലാതെ പോയതിൻ്റെ കാര്യം എനിക്ക് എന്നെ അങ്ങനെ അപ്പോഴേ തന്നെ തമിഴല്ലേ അമ്മ എന്നല്ലേ വിളിക്കുള്ളൂ. വാങ്ങമ്മാ ഉക്കാരുങ്ക എന്നൊക്കെ പറയുമ്പം അതൊരു കുഴപ്പമില്ലല്ലോ. ആ മെച്യൂരിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് അത് എൻജോയ് ചെയ്ത് നിന്ന് ഇങ്ങനെ പോയത്. ചേച്ചി മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ നോക്കുമ്പം ഏറ്റവും വലിയ ആക്ടേഴ്സൊക്കെ, ഇത് നടിയായാലും നടന്മാരായാലും അവരുടെ ഫേവറേറ്റ് ആക്ടേഴ്സ് ലിസ്റ്റിൽ എപ്പോഴും പറയുന്ന ഒരു പേരാണ് ഉർവശി ചേച്ചി. അങ്ങനെ കേൾക്കുമ്പോൾ അഫ്കോഴ്സ് ഞങ്ങൾ എല്ലാവരും പറയുന്നൊരു കാര്യം കൂടിയാണ്, സിനിമ ഇഷ്ടമുള്ള ആൾക്കാർ, അഭിനയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ചേച്ചിക്ക് ഇത് കേൾക്കുമ്പം സ്വന്തമായിട്ട് ഞാൻ കൊള്ളാം എന്ന് തോന്നാറില്ല? എന്ത് തോന്നും? എനിക്ക് ഭയങ്കര ഉത്തരവാദിത്വം ചെറുപ്പത്തിലേ കേട്ടു തുടങ്ങി. എനിക്ക് തോന്നുന്നൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ. പിന്നെ അതിൻ്റെ ഒരു ആദ്യ മനസ്സിൽ അപ്പോൾ അവരുടെ ആ നിലവാരത്തിലൊത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടേ അത്. അതുകൊണ്ടാണ് ഈ സ്റ്റാർഡം, ഈ സൂപ്പർ സ്റ്റാർ പദവികളൊന്നും ഇല്ലാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന. കാരണം ഇതൊരു വലിയ ഭാരമുള്ളൊരു കിരീടമല്ലേ. അത് ചുമക്കുക എന്ന് പറയുന്നത്, നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചാലഞ്ചാണ്. മറ്റേത് ചാലഞ്ച് അല്ല. അതുകൊണ്ടാണ് കുറച്ച് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. മനഃപൂർവ്വം. അതെ. അതൊരു വലിയ കാരണം സീസണലായിട്ട് ഞാൻ എത്ര പേരെ കടന്നു വന്നിരിക്കുന്നു, എന്നെ കടന്ന് എത്ര പേർ പോയിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് ഒരു വലിയ റിലീഫ് തന്നെയാണ്. അതെ, അത് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ മാത്രമാണ് ചേച്ചി ഒരു ഫീൽഡിലേക്കല്ല, സിനിമ ചെയ്യുമ്പോൾ ആ സമയത്താണ് ചേച്ചി ഒരു എക്സ്പോസ്ഡ് ആവുന്നതും. പിന്നെ ചേച്ചിയുടെ കൂട്ടിലേക്ക് കയറും. ആ കൂട് എന്ന് പറയുന്നത് വീടാണ്. വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഉർവശി? ഞാൻ വെറും സാധാരണക്കാരി ഒരു സ്ത്രീയാണ്. ഒരുക്കങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാവാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടി ഒരു വളവളാന്നൊരു നൈറ്റിയൊക്കെ എടുത്തിട്ട് ഒരു തോർത്ത് എപ്പോഴും ഉണ്ടാകും. കാരണം ആര് വന്നാലും എൻ്റെ അമ്മയൊക്കെ ഉടനെ പിന്നെ നൈറ്റിയൊക്കെ ഇട്ടിരുന്ന തോളിലൊരു തുണി എടുത്തിടുന്നു പറയും. അപ്പോൾ അങ്ങനെ ഇടണം. അപ്പോൾ അതിങ്ങനെ ഇപ്പോഴും അത് ശീലിച്ചു പോയി. എൻ്റെ മോളൊക്കെ പറയുമ്പോൾ നല്ല കളർഫുൾ നൈറ്റി ഇട്ടിട്ട് അമ്മ തോർത്തെടുത്ത് തോളിയിടുന്നു. എന്തൊരു വൃത്തിയിടമ്മ എന്ന് പറയും. അല്ല മക്കളെ, അമ്മയ്ക്ക് മൂക്ക് തുറക്കാനാന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇതറിയാതെ അത് വരുന്ന സംഭവം അത്. പിന്നെ ഞാൻ അടുക്കളയിൽ കയറും. കുക്കിംഗ് എല്ലാ കാര്യങ്ങളും എന്ത് കുക്കിംഗ് എല്ലാം കുക്ക് ചെയ്യും. നമ്മുടെ കേരളത്തിലെ, നമ്മുടെ മലയാളികളുടെ, പിന്നെ തമിഴരുടെ, തെലുങ്കരുടെ ചിലത്, കന്നഡക്കാരുടെ കുറച്ച് ചില സാധനങ്ങൾ എല്ലാം മിക്സ് ചെയ്ത് എല്ലാം. ബാക്കിയുള്ള വലിയ ഈ ചൈനീസും കോണ്ടിനെന്റലും ഒന്നും എനിക്ക് ഇഷ്ടമല്ല, അറിയത്തുമില്ല, ഒന്നും ഇഷ്ടമല്ല. ചൈനീസ് ചില ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ അതെനിക്ക് ഉണ്ടാക്കിയിട്ട് ശരിയായിട്ട്. ചേച്ചിയുടെ ഒരു സിനിമയൊന്നും ഇല്ലാത്ത ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് പാചകമാണോ? വീട്ടിലിരിക്കുന്ന പാചകം, പിന്നെ എൻ്റെ ബുക്സ് വായിക്കും, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അതൊരിക്കലും ഈ ബം 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 മ്യൂസിക് അല്ല, കുറച്ച് നല്ല മെലഡീസാണ്. അങ്ങനെ കുറേ പാട്ടുകൾ ചേച്ചിയുടെ സിനിമയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ ഏതാ? അല്ല, ഒരുപാടുണ്ട്. കുറേ പാട്ടുകളുണ്ടെന്ന് പറയണം. പക്ഷേ എനിക്ക് ചിലത് വളരെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയാൻ വേണു നാഗവള്ളി ചേട്ടൻ്റെ പടത്തിലെ പാട്ടുകൾ. അതിൽ ആ സ്വാഗതത്തിലൊരു പാട്ടുണ്ട്, മഞ്ഞിൽ കുളിരുള്ള വെള്ളരിപ്രാവേ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതൊരു പ്രത്യേക ഇതുള്ളൊരു റൊമാൻറ്റിക് സോങ്ങാണത്. പക്ഷെ അത് ഷൂട്ട് ചെയ്ത രീതിയും കാര്യങ്ങളുമൊക്കെ പുള്ളി പാട്ടിന് നല്ല പ്രാധാന്യം കൊടുക്കും. അങ്ങനെ ചില അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം അച്ഛൻ്റെ മേലെ പാട്ട് എന്ത് പറഞ്ഞാലും എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര വീക്ക്നെസ് അല്ല. എൻ്റെ മോക്ക് ആ സമയത്ത് ഇഷ്ടമല്ല. മറ്റേ കൂടെ മീര ജാസ്മിൻ അല്ല, ഞാനാ നിന്റെ ഭാവ എന്ന് പറയും. അതെ മക്കളെ, മീര ജാസ്മിൻ്റെ ഭാവയൊന്നുമില്ല, അവളെ പോകാൻ പറഞ്ഞു. നമ്മളത് ഉമ്മാൻ്റെ പേര് അഭിനയിച്ചപ്പോൾ എൻ്റെ മോൻ ടൊവിനോ തോമസ് നിങ്ങളെൻ്റെ ഉമ്മ അല്ലേ എന്നൊക്കെ പറയുന്നൊരു സീനുണ്ട്.
അമ്മ അവനെ വേണ്ടമ്മ, നമുക്ക് അവനെ കളഞ്ഞേക്കാം. പ്രിവ്യൂ തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ശരി മക്കളെ കളയാൻ പോയിട്ട് അവനെ കളയാൻ, ഈ പ്രദേശത്തെ വരണ്ട, ഈ ടെറിട്ടറിയിൽ നിന്ന് തന്നെ അവനെ എടുത്ത് നമുക്ക് കളഞ്ഞേക്കാം. ഉർവശിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിന് ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, വെറുതെ കേട്ടിരുന്നാൽ മതി. ചേച്ചിക്ക് അത്രയധികം കഥകളുണ്ട്. ബിക്കോസ് ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി പറഞ്ഞല്ലോ കുറേ കാലങ്ങളായി ഈ ഇൻഡസ്ട്രിയിൽ ചേച്ചി പ്രവർത്തിക്കുന്നുണ്ട്, എത്രയോ ആൾക്കാരുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. സോ ആ കഥകളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാനൊരു ക്വിക്ക് ഫയർ സെക്ഷനാണ്. ഓക്കെ, പെട്ടെന്ന് ഉത്തരം പറയണം. റെഡിയാണോ? ലെറ്റ് us do this. ഓക്കെ ചേച്ചിക്ക് ഇറ്റ്സ് കോൾഡ് ദ റാപ്പിഡ് ഫയർ സെക്ഷൻ. കോ സ്റ്റാർ, ചേച്ചി ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിരിക്കുന്ന കോ സ്റ്റാർ മുകേഷ് ചേട്ടനായിരിക്കും. ആണോ? തീർച്ചയായിട്ടും. ഓക്കെ, ഏറ്റവും മറക്കാനാവാത്ത കോംപ്ലിമെന്റ് ഏതാണ് ഉർവശി ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും കമലഹാസൻ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ നോക്കണം. അദ്ദേഹത്തിൻ്റെ മൈക്കിൾ മദന കാമരാജനിലെ 4 ഹീറോയിൻസാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിജയാഘോഷ സമയത്ത് പുള്ളി സ്റ്റേജിൽ നിന്നിട്ട് ആ സിനിമ സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒട്ടും, കാരണം ഡേറ്റ് വൈസ് ഞാൻ മലയാളത്തിൽ ഒരുപാട് ബിസി ആയിരുന്നു, ടു ബിസി. അപ്പോൾ അത് ഒന്നും കോപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ പുള്ളി സ്റ്റേജിൽ പറഞ്ഞു ഇതിൻ്റെ വിജയം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം 100% മാർക്ക് കൊടുക്കേണ്ടത് വിജയത്തിൽ ഉർവശിക്കാണ്. ഒരു അദ്ദേഹം ഒരു ഹീറോ ആയിട്ട് അത് അദ്ദേഹത്തെ പോലെ ഒരാൾ പറഞ്ഞപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയും എല്ലാം നോട്ട് ചെയ്തു. അങ്ങനെയാണല്ലേ എന്ന് നോട്ട് ചെയ്തു. അപ്പോൾ വലിയ കലാകാരൻ്റെ വായിന്ന് വരുന്നൊരു വാക്കല്ലേ അത്, മറ്റാരെയും ശ്രദ്ധിക്കാതെ അദ്ദേഹം നിഷ്കളങ്കമായിട്ട് അത് പറഞ്ഞു. ഒരിക്കലും മറക്കാനാക്കത്തില്ല. ചേച്ചി മറന്നിട്ടുമില്ല. ചേച്ചി അഭിനയിച്ചിരിക്കുന്ന ഡയറക്ടേഴ്സ് അല്ലെ ചേച്ചിക്ക് ഏറ്റവും ആഗ്രഹം ഒന്നുകൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ? അതെപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് IV ശശി, സത്യനന്ദിക്കാട്, വേണു നാഗവള്ളി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം സുരേഷ് ഉണ്ണിത്താൻ, വിജയ് തമ്പി, അവിടെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മുടെ ഭാരം കുറയും. നമ്മളിൽ നിന്ന് എന്ത് വേണം എന്നുള്ള അവർക്കറിയാം, എസ്പെഷ്യലി സത്യേട്ടൻ. ലവ്ലി. ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ മലയാളം സിനിമയിൽ ചേച്ചിക്ക് ഇംപ്രസ് ആയ ഒരു സിനിമ, ചേച്ചിയുടെ അല്ലാത്ത? അല്ല, വിരുദ്ധമുള്ള എല്ലാ സിനിമകളും ഞാനിപ്പോൾ കാണുന്നുണ്ട്, മിക്കവാറും കണ്ടു. എനിക്ക് വാഴ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. കാരണം പുതിയ ആൾക്കാരെല്ലാം കൂടെ വെച്ചിട്ട് നല്ലൊരു രസമുള്ള സംഭവം. മാതാപിതാക്കന്മാർക്കും ഒരു മെസ്സേജ്, വിദ്യാർത്ഥികൾക്കും ഒരു മെസ്സേജ്. അതൊരു നല്ല ഫോമാറ്റിലാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് ഫിലിം ഓൾസോ. ചേച്ചി ഇതുവരെ അഭിനയിച്ചിരിക്കുന്നതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള റോൾ ഏതായിരുന്നു ഇതുവരെ? എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആവാം. അല്ല, ഓരോ പ്രായത്തിൽ അത് മാറും കേട്ടോ. ആണോ? നമുക്ക് ടഫ് എന്ന് തോന്നുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ ജീവിതത്തെക്കുറിച്ച് ഒരു ഗൗരവമായ കാഴ്ചപ്പാടില്ലാത്ത സമയത്ത് അവർ പറഞ്ഞിരുന്നു നമുക്ക് അഭിനയിക്കുന്നു. നമുക്ക് പേഴ്സണലായിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല, പ്രണയമില്ല, പ്രസവമില്ല, ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ കണ്ട സിനിമകളിൽ വരുന്നത് പോലെ നമ്മൾ എന്തൊക്കെയോ കാണിച്ചു, എങ്ങനെയൊക്കെയോ വർക്കൗട്ടായി. പക്ഷേ ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ട് നമ്മൾ വന്നു കഴിയുമ്പം വളരെ നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മുടെ എക്സ്പ്രഷൻസ് മാറും, നമ്മുടെ ഇമോഷൻസ് മാറും. അപ്പോൾ അത് അങ്ങനെയുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ അത് ടഫ് എന്നല്ല, കുറച്ചുകൂടെ നമ്മൾ ഇൻവോൾവ് ആവും. അതാണ് പറയേണ്ടത്. അപ്പം അങ്ങനെ എനിക്ക് പക്ഷേ അടുത്ത സമയത്തായിട്ട് ഏറ്റവും ടഫായിട്ട് തോന്നിയത് ഉള്ളൊഴുക്ക് തന്നെയാണ്. കാരണം ഒരു പേഴ്സണലായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമ, കാരണം വലിയൊരു ഭാരം ചുമക്കുന്നു എന്നൊരു ഫീൽ വന്നത്. അതിന് എല്ലാവിധ തരത്തിലുള്ള അംഗീകാരം കിട്ടി, അതിൽ നമുക്ക് സന്തോഷിക്കുന്നു. എങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആശ അതുപോലെ ഒരു ടഫായിട്ട് ഈക്വലി ചാലഞ്ചിങ് ആണോ അങ്ങനെ ഒരു സിനിമയാണ് ആശ. ഓക്കെ, ചേച്ചിക്ക് ലൈഫിൽ ഇതില്ലാതെ പറ്റില്ല എന്ന എന്തെങ്കിലും ഉണ്ടോ? വൺ തിങ് യു കാൺട്ട് ലിവ് വിത്തൗട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം ഇതില്ലാതെ പറ്റില്ല? തീർച്ചയായിട്ടും ബാക്കി രുചിയുള്ള നാടൻ ഭക്ഷണം. ആണോ? അതില്ലാതെ പറ്റില്ല. നാടൻ ഭക്ഷണം, അതായത് ഒരു ചോറും ഒരു ചമ്മന്തി, ഒരു മോരുകറി. US ലും UK ലൊക്കെ പോയി എന്ത് ചെയ്യും? ഇരക്കും. മുമ്പ് കൽപ്പന ചേച്ചിയായിരുന്നു അതൊക്കെ ചെയ്തിരുന്നു. പ്രോഗ്രാമിന് കാണാൻ വരുന്നത് ഗ്രീൻ റൂമിൽ വന്ന ഉടനെ ഇവിടെ ചോറൊക്കെ വെക്കാറുണ്ടോ? അപ്പം ഞാനൊക്കെ മിണ്ടായിരിക്കോ, മാനക്കേട് മിണ്ടായിരിക്കേ, നീ മിണ്ടാരിടി. പിന്നെന്താ കൽപ്പന ഉണ്ടാക്കാറില്ല? എന്താ? അല്ല ഞങ്ങൾക്ക് ഇവിടെ ചോറൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാൽ. അയ്യോ ഇവിടെ താമസിക്കുന്ന ഇവിടെ അല്ലേ, കൊണ്ടുതരാം. ഞാൻ പറഞ്ഞു അയ്യോ അമ്മ നാണക്കെടുത്തുന്നമ്മ, ഇവിടെ ഭയങ്കര നാണം കെടുത്തുന്നമ്മ എന്ന് പറയും. കൊണ്ടുവരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണേ, ഞാൻ തരാം നിനക്കെന്ന് പറയും. എന്നിട്ട് അവർ പൊതിച്ചോറായിട്ട് കെട്ടിട്ടുള്ളൂ, ഒറ്റയ്ക്ക് കഴിക്കാൻ നോക്കും. എന്തൊരു വൈരാഗ്യം വരുമെന്നറിയോ? കലച്ചേച്ചി പാവം, പറഞ്ഞേച്ചി പറയും
എനിക്ക് വേണ്ട മക്കളെ, നീ അവൾക്ക് കൊടുക്കുക, അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നു പറയും. അവളാണ് ഭയങ്കര സ്റ്റാർ, അവൾക്ക് മാനക്കേട്. ഞാൻ ചോദിച്ചു വായിക്കുന്നില്ല, കുറച്ചേ തരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ചേച്ചി തുടങ്ങി. പിന്നെ ഞാൻ വിദേശത്തേ പോകുന്നില്ല, നിർത്തി ഞാൻ. എനിക്കങ്ങനെ ഇഷ്ടേ അല്ല. ഞാൻ ചോദിക്കാൻ പോയിരുന്നു ഫേവറേറ്റ് ഫോറിൻ ഡെസ്റ്റിനേഷൻ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ എൻ്റെ വീടാണ്. ആ ലൊക്കേഷനിലോട്ട് പോകാനാണ് വെളിയിൽ ഇറങ്ങുന്നത് തന്നെ. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നത്തേക്ക് വരെ ആ ഷൂട്ടിങ് എന്നുവെച്ചാൽ ജോലി കിട്ടിയിട്ടുണ്ടോ 4 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാന്ന് പറഞ്ഞ ചേച്ചിയുടെ ഈ ക്വീൻ ഓഫ് കോമഡി എന്ന് പറയുമല്ലോ, കോമഡി ടൈമിംഗ് ഒക്കെ എക്സലന്റ് ആണ് പറയുമല്ലോ, ആണല്ലോ. അപ്പൊ ചേച്ചിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ കോമഡി ടൈമിംഗ് പെർഫെക്റ്റ് ആയിട്ട് സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആക്ടർ ഓഫ് കോഴ്സ് ഒരുപാട് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറയാം മനോരമ തമിഴിലെ എന്ന് പറഞ്ഞാൽ അവര് ഐ ലവ് മനോരമ ചേച്ചി. എത്രയോ കാലങ്ങളായിട്ടുള്ള അവരുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോമഡി നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇങ്ങനെ ഒരു ജനറൽ വാർഡ് കാണിക്കുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അവർ സീരിയസ് റോളാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഡോക്ടറിൻ്റെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ വന്നവർ അവനെ ഹവയോ അറിയോ ഓക്കെ இல்லை நல்லாச்சா ஓகே ஓகே அடுத்த ஆளுக்கு உங்களுக்கு எப்படி இருக்குது காஃப் எப்படி இருக்கு போயிடுச்சா എല്ലായിടത്തും ചോദിച്ചപ്പോൾ അയ്യോ ഇവർ കോമഡി ഇല്ലല്ലോ ഈ പടത്തിൽ എന്ന് വിചാരിച്ചു. വരിവരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് ഒരിടത്ത് വരുമ്പം അയാളൊരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ സാർ എவ்வளோ சொன்னாலும் கேட்க மாட்டீங்களா, என்ன സിഗരറ്റ് പിടിച്ചിട്ട് ഇരിക്കീങ്ക. ആ സിഗരറ്റ് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് കാലിലങ്ങോട്ട് ടങ് 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 ഒരു മൂവ്മെൻറ്റ്. ഒരു ഡോക്ടർ കാണിക്കുന്ന ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ഇങ്ങനെ കാണിച്ചൊരു മൂവ്മെൻറ്റ് ചിരിച്ചെന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് പുള്ളി പോവുകയാണ് കാര്യം ചെയ്തിട്ട്. പിന്നെ ഒരു സിനിമയിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, അത് പറയുന്ന മുഴുവനും അക്ഷരങ്ങൾ വ്യക്തമല്ല. പിന്നെ ഒരു മരത്തിൽ ഒരു പക്ഷി, ആ പക്ഷിക്ക് 2 കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞൊരു കഥ പറയുകയാണ് പുള്ളി, ഒരു ഹീറോയാണ്. ഇത് നമുക്ക് മനസ്സിലാവുന്നു, ഈ കഥ അതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അസാധ്യ കലാകാരിയായിരുന്നു അവർ. അപ്പോൾ ഞാൻ അവരിങ്ങനെ കുറേ വാച്ച് ചെയ്യും. ഞാൻ എന്തുകൊണ്ട് കോമഡിയിലേക്ക് കൂടുതൽ അട്രാക്റ്റായി അതിൻ്റെ ഒരു കാരണമാണത്. പിന്നെ കമൽ സാറിൻ്റെ ഒരു അപാര ക്ലാസിക് ടൈമിംഗ് ഉണ്ട്. കാരണം ഈ നടന്നു പോകുമ്പോൾ ഈ കല്ല് തട്ടുന്നത് വരെയുള്ള ഇതാണ് പുള്ളിയുടെ സ്റ്റാർട്ടിങ്. നമ്മളാരും അത് പരീക്ഷിച്ചിട്ടില്ല. പുള്ളി ഇങ്ങനെ നടന്നിങ്ങനെ പോയിട്ട് കല്ല് തൊട്ടുമ്പോൾ എന്നുവെച്ചാൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്, എന്തിനും ആരെങ്കിലും പഴി ചാരാനൊരു ടെൻഡൻസി ഉണ്ട്. ആൾക്കാരൊക്കെ നിൽക്കുന്നു, കാല് തട്ടി കുറച്ചൊന്ന് സ്റ്റൈൽ മോശമായിപ്പോയി, ഉടനെ ഇതെടുത്ത് ആ കല്ല് അവിടുന്ന് നടന്നു വന്ന് ഇവിടെ വന്ന് ഇയാളെ തട്ടിയിട്ട് പോയി എന്ന് തോന്നും. ഇയാളാണ് പോയി കല്ലിൽ തട്ടിയെന്നുള്ളതല്ല, പുള്ളി വായി നോക്കി നടന്നാൽ കല്ലിൽ തട്ടിയതാ. എന്നാൽ ഇതെടുത്തൊന്ന് അങ്ങോട്ടെങ്ങാനും മാറ്റി ഇടുവോ അതുമില്ല, അത് അവിടെ തന്നെ ഇട്ടേച്ച് പോകും. ദാറ്റ് ഈസ് കോൾഡ് ഇന്ത്യൻ. വേറൊരു സ്ഥലത്താണെന്നല്ല അവർ വഴി ആരോ ഇട്ടു, അവിടെ എടുത്ത് കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് നമ്മൾ അവിടെ കിടക്കട്ടെ അതിനെ നോക്കി. പിന്നെ ഇത് ഒരു പടത്തിലുണ്ട് പുള്ളി എന്തോ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് വില്ലൻ പറയും അപ്പടി വാടാ വഴിക്ക് എന്ന് പറയും. ഇങ്ങനെ വഴുതി അങ്ങോട്ട് പഴയ ഒരു പടമാണ്. അപ്പം എന്നടാ ഇപ്പടി പറയാന്ന് ചോദിക്കും, നീങ്ക തന്നെ സ്വന്നീങ്ക വഴിക്ക് പറ സ്വന്നീങ്ക. പിന്നെ ക്രേസി മോഹൻ അവരുടെ ആ ടൈമിങ് കോമഡികൾ അപാര ടൈമിംഗ് ആണ്. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട്. പിന്നെ ലാലേട്ടൻ്റെ മൈന്യൂട്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായാലും മുകേഷ് ചേട്ടൻ്റെ ഒരു ഹ്യൂമർ എന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിക്കാനൊക്കില്ല. പ്രേതോ അയ്യേ എനിക്ക് പ്രേതത്തിനെ ഇഷ്ടമല്ല, പേടിയായതുകൊണ്ടല്ല, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിന്നിടത്ത് ഓടും. ഒരു പ്രത്യേക ഓട്ടമുണ്ട്, ഒരുപാട് ദൂരം ഓടിയതായിട്ട് തോന്നും. പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയാൻ അധികം. പിന്നെ ഇപ്പം ബോയും കണ്ട വിത്തൗട്ട് മുകേഷ് ആ സിനിമ ഇല്ല. അതുപോലെ ഒരുപാട് മുദ്ര സത്യമാട്ടോ. അയ്യോ കോമഡി എന്ന് പറയണത് ചേച്ചി എല്ലാരും പറയും ഇറ്റ്സ് ഹാർഡ്. അത് ശ്രീനേട്ടൻ്റെ വേറൊരു കോമഡിയാണ്. അയ്യോ നീ എപ്പോൾ വന്നു, തനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എപ്പോൾ പോകുന്നു, ലോകത്താരും ചോദിക്കൂല, ഒരു അനിയനോട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കും. എനിക്ക് ആ തെക്കേ അറ്റത്തെ റൂം വേണം, അതേ സാർ നല്ല കാറ്റ് വരും, എനിക്ക് അത്രയ്ക്ക് കാറ്റ് വേണം. ഡയലോഗ്സ് ഒക്കെ ഞങ്ങളുടെ അലമാരെ കള്ളം കയറിയേ, വീട്ടിൽ കള്ളം കയറിയെന്ന് ഇവിടെ കേട്ടോ.
പുള്ളിയുടെ ഡയലോഗ്സ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഒരു ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ഹ്യൂമറാണ്. അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ സ്ലാപ്സ്റ്റിക് വേറൊരു രീതിയാണ്. പ്രിയഞ്ചേട്ടൻ്റെ പടത്തിലൊക്കെ കാണുന്നൊരു ഹ്യൂമർ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു സാഗരമാണ് കോമഡി തന്നെ. കോമഡി വളരെ വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര സംഭവം അത്. ദാറ്റ്സ് ക്രേസി. ചേച്ചി അഭിനയിച്ച കുറേ സിനിമയിൽ ഇപ്പം ചേച്ചി എല്ലാവരും ഈ നാച്ചുറൽ അങ്ങനെ ചേച്ചി നാച്ചുറൽ ആക്ടർ ആണെന്ന് പറയും. യുനോ ദ സോ മെനി എന്തോരം വാക്കുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ വളരെ സ്പോണ്ടേനിയസ് ആയ ഒരു ആക്ടറും കൂടിയാണ്. ബിക്കോസ് കൂടെ അഭിനയിക്കുന്നവർക്ക് എന്ത് വരും എന്ന് ചിലപ്പം അറിയില്ലായിരിക്കും തോന്നുന്നു. അപ്പോൾ ചേച്ചി അഭിനയിച്ചിരിക്കുന്നതിൽ ചേച്ചി ഏറ്റവും സ്പോണ്ടേനിയസ് ആയി അഭിനയിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ ചേച്ചിക്ക് തന്നെ തോന്നി. വളരെ ഫ്രീഡം ഉണ്ട്, അങ്ങനെ അർമാദിച്ച്. അങ്ങനത്തെ സിനിമകളാണ്. ഇപ്പം അച്ചുവിൻ്റെ അമ്മ അങ്ങനത്തെ സിനിമയാണ്, പൊന്മുട്ടയിടുന്ന താറാവ് അങ്ങനത്തെ സിനിമയാണ്. അപ്പം ഇത് ഡയറക്ടർ വന്നിട്ട് ഒരു ഇത് പറഞ്ഞു തരും ആൻഡ് അതിനുള്ളിൽ അതുകൊണ്ടാണല്ലോ സത്യേട്ടൻ്റെ ഒക്കെ പ്രത്യേകത പറയാൻ കാര്യം. ഇതാണ് എന്ന് പറഞ്ഞു തന്നിട്ട് നമ്മളെ അങ്ങ് ഫ്രീ ആയിട്ട് വിടുകയാണ്. എന്തെങ്കിലും ചെറിയ അപാകതയെ കുറിച്ച് അത് മാത്രം വേണ്ടാക്കി നോക്കിയോ കേട്ടോ എന്നേ പറയുള്ളൂ. അപ്പം നമുക്കറിയാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു നല്ലൊരു കണ്ണാടിയാണ് അവിടെ വച്ചേക്കുന്നത്. കൃത്യമായിട്ട് അറിയാം അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ വേണം. അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കഴിവാണ് നമ്മൾ അത് പെർഫോം ചെയ്യുന്നത്. അതെ, ആബ്സല്യൂട്ട്ലി. ചേച്ചി ഇപ്പം ഇത്രയും വർഷം എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും അറിയാമോ? ഇല്ല, ഞാൻ പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത അപ്പത്താ ചെയ്തപ്പോൾ പ്രിയഞ്ചേട്ടൻ്റെ 84ാമത്തെ സിനിമയെന്നും എൻ്റെ 700ാമത്തെ സിനിമയെന്നും തമിഴ് മീഡിയാസാണ് ഇട്ടത്. ഇത് ഏത് വർഷമായിരുന്നു? ദറ്റ് ഈസ് 2021. 700 ഫിലിംസ് എന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് അത്ര എങ്ങനെ ഒരു, പിന്നെ അവർ കുറേ ലിസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ട് കാണിച്ചു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അതുവരെ ഞാൻ വിചാരിച്ചൊരു 300 പടമൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. 700 ഫിലിംസ് അന്ന് കുറച്ചുകൂടെ ഒരു 50 ഫിലിംസ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 750. വാവ് ചേച്ചി, അത് നമ്മൾ അങ്ങനെ ഇത്രയും ഫിലിംസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സ്റ്റിൽ നോ, എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. കാരണം വലിയ ഗ്യാപ്പില്ലാതെ ഞാൻ അങ്ങനെ വന്ന് നിൽക്കുകയല്ലേ. അൺബിലീവബിൾ. എനിക്ക് ആക്ച്വലി വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ഫീലേ ചെയ്തിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. I mean, that is the greatness of you, ചേച്ചി. I think ചേച്ചി ചെയ്യുന്ന റോൾസ് ആണ് ഞങ്ങൾക്ക് ഓർമ്മ. ഞങ്ങൾക്ക് ചേച്ചീനെ ഓർമ്മയില്ല. അതെ, ശരിയാണ്. അതെ, ഒരുപാട് പേര് അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് പണ്ടൊക്കെ കേട്ടതിനേക്കാൾക്കും ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ, അവർ കറക്റ്റായിട്ട് ഇത് ഓരോന്നും ചെക്ക് ചെയ്ത് ആ സിനിമയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തത്, ഇതിപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ അന്തം വിടുക. അതൊന്നും ഒരു കാര്യമായിട്ട് വിചാരിച്ചല്ല അതൊന്നും ചെയ്തേ. നമ്മളപ്പം അങ്ങനെ പെർഫോം ചെയ്തു. അപ്പം അങ്ങനെ അറിയാമായിരുന്നുള്ളൂ. അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മ, അപ്പച്ചി, ഇങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഇവരെല്ലാവരും കൂടി നിന്ന് ചർച്ച കണ്ടാൽ ബോംബെയിലുള്ളവരെല്ലാം എന്നെ കണ്ട ഉടനെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. ഹിന്ദിയിൽ ആൾക്കാർ വരുന്നു, താഴെ ആരെങ്കിലും പറയാം ഇവിടെ ഇല്ലയെന്ന് പറയാം, ഇവിടെ ഇല്ലയെന്ന് പറയാം എന്ന് വെച്ചാൽ അവരെങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞ് മേളിൽ കയറി വന്നാലോ. ഫിലിം ഫെയർ അവാർഡ് വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് എല്ലാവരുമായിട്ടും പരിചയപ്പെടും, അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അമ്മ നമുക്ക് പോവാം പാർട്ടിയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് എന്നെ അതിന് അപ്പുറത്തു കൂടെ കൊണ്ടുപോയി. അവിടെ ആ ഫിലിം ഫെയറിൻ്റെ ബാക്കി എല്ലാവരുടെയും കയ്യിൽ ആ ട്രോഫി വെച്ചിട്ട് എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കും. എൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല. വീട്ടിൽ കൊണ്ട് ഞാൻ ട്രോഫിയും കൊണ്ട് ഞാൻ പോയി. പാർട്ടി വിളിക്കുന്നു, അപ്പോഴേ പൊടി കലക്കി തന്നെ എന്നെ മയക്കി. കാരണം മോഹൻലാൽ വഴിയേരിയിരുന്ന് വല്ലതും തരണേ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാം കൊഴുത്ത് അടിച്ചു വെച്ചിരിക്കുന്ന വന്ന് ഇരുന്നിരിക്കുക ചോദിക്കുന്നത്, പോയി പണിയെടുക്കണോ എന്ന് പറയും. കാരണം അതല്ലേ ആരും വിശ്വസിക്കില്ല, എല്ലാം തിന്നിട്ട് വന്നിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം സഹതാപൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരാളിനെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അവരെ ഞാനായിട്ടെടുത്ത് മാറ്റാൻ പറ്റുകയില്ല. ഒരിക്കൽ എടുത്തു കളഞ്ഞാൽ പിന്നെ അതുപോലെ തിരിച്ച് വീണ്ടും ഒരു എക്സ്ക്യൂസിന് സ്ഥാനമേ ഇല്ല. ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഇത് ആദ്യത്തതും പാടില്ല, ഇതും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏർപ്പാട് അറിയില്ല.